റോഡ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയാണേ. ഓക്കെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്മേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഈ ഒരു വാഹനം നിങ്ങൾ കണ്ടിട്ട് ഡാഷ്ബോർഡ് കണ്ടിട്ട് ഏത് വാഹനമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ടാറ്റയുടെ ഓൾട്രോസിൻ്റെ റേസർ എഡിഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനത്തിനകത്ത് ഇവിടെയൊക്കെ ആ ഒരു ആക്സൻസ് ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് ഫംഗ്ഷൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഈ വാഹനം ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വാക്ക് റൗണ്ട് മാത്രം ചെയ്ത് ഒതുക്കിയത്. ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച മേലായി. പക്ഷേ നമുക്ക് ഓടിക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ബ്രേക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോസിൻ്റെ ഒരു ഷെഡ്യൂളിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫോമൻസിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഹോട്ട് ഹാച്ച് എന്ന് പറയുന്നത് ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഹോട്ടായിട്ട് വരുന്നൊരു വണ്ടിയാണ്. ഇപ്പം നിലവിൽ ഹുണ്ടയുടെ എൻലൈൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിൽ. ഹോട്ട് ഹാച്ച് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ മാസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാഹനം ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൾട്രോസിനകത്ത് വെച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നെക്സോണിൻ്റെ അതേ എഞ്ചിനാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ട്യൂണിങ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതിന് സസ്പെൻഷൻ്റെ ട്യൂണിങ് ഡിഫറൻ്റ് ആണ്, വണ്ടിയുടെ എഞ്ചിൻ്റെ ട്യൂണിങ് ഡിഫറൻ്റ് ആണ്, പവറിൻ്റെ ഫിഗേഴ്സ് കൂടുതലാണ്. ഇത് ഒരു 1.2 ലിറ്ററിൻ്റെ പെട്രോൾ വരുന്ന ഒരു വേരിയൻ്റാണ് വരുന്നത്. മാനുവൽ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് 11.3 സെക്കൻഡ് കൊണ്ട് തന്നെ 100 ഹിറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 PS പവറുണ്ട് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ 170 Nm ടോർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. 120 PS പവർ എന്ന് പറഞ്ഞാൽ 1500 RPM കിട്ടുന്നതാണ്. 170 Nm ടോർക്ക് 1750 മുതൽ 4000 RPM നമുക്ക് ആ ഒരു ഫിഗേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വാഹനത്തിൻ്റെ ഒരു റോഡിലെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം 0 to 100 നമുക്ക് ഈ റോഡിൽ ഓടിക്കാൻ അനുമതിയില്ല. 0 to 90 വരെ നമുക്ക് പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഇത്രയും ട്രാഫിക്കുള്ള റോഡിൽ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ സിഗ്നൽസ് ഓഫ് ആകുന്ന സമയത്ത് നമുക്ക് റോഡ് പ്ലെയിനായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രൈ ചെയ്യാമെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ആരും ഇത്തരം തിരക്കുള്ള റോഡുകളിൽ നിന്നും അനുകരിക്കരുതും കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കാരണം എൻലൈൻ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് ഈ ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടിയെ നിങ്ങൾ എക്സ്റ്റേണലി ഒന്ന് കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഡ്രൈവ് തുടങ്ങിയിട്ട് പിന്നെ വാഹനത്തിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ സിഗ്നൽ ഒന്ന് കട്ടാകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. റോഡ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയാണേ. ഓക്കെ, അങ്ങനെ നമ്മളൊരു 93 കിലോമീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ റോഡ് അങ്ങോട്ട് ക്ലിയർ അല്ല. അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് ശരിയല്ല. അപ്പം അതിൻ്റെ ടൈമർ ഞാനിവിടെ വെക്കുന്നുണ്ട്. എനിക്കും എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ആ ടൈമർ എഡിറ്റിൻ്റെ സമയത്ത് പ്ലേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എത്ര സമയത്തേക്ക് വന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ടാറ്റയുടെ പെർഫോമൻസ് വാഹനമായിട്ടുള്ള ഓൾട്രോസ് റേസർ നമ്മൾ അങ്ങനെ ഈ റോഡിൽ കൂടെ നമ്മൾ ഓടിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഒരു വാഹനം എന്ന് പറഞ്ഞാൽ പെട്രോളാണ് വരുന്നത്. നമുക്ക് പെട്രോളിൽ മാത്രമേ ഉള്ളൂ, ഡീസലായിട്ടുള്ളൊരു എഞ്ചിൻ അവൈലബിൾ അല്ല. അതുപോലെ 6 സ്പീഡ് വരുന്ന മാനുവൽ ഗിയർ ബോക്സ് ആണ്. അപ്പം നോർമലി ഇതിനൊരു DCA ഒക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റേസിങ്ങിനൊക്കെ പോകുന്നവർക്ക് കൂടുതലായിട്ട് ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ. ചേട്ടന് ഗിയർ ഉള്ള വാഹനമാണോ ഗിയർ ഇല്ലാത്ത വാഹനമാണ് ഇഷ്ടം? ഗിയർ ഉള്ളതാണ് അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഷായ് ചേട്ടൻ നമ്മളോട് വന്നിട്ടുണ്ട്. ഷായ് ചേട്ടൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാനുവലായിട്ട് തന്നെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തൊരു മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള DCA കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ലാതില്ല. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ട്രാൻസ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഇത് പെർഫോമൻസ് വാഹനം ആയതുകൊണ്ട് നമ്മളത് ആ ഗിയർ പിടിച്ചിടുമ്പോൾ നമ്മൾ ശരിക്കും അറിയുന്നുണ്ട് ഇങ്ങനെ സംഭവം. അതുപോലെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആ പെർഫോമൻസിൻ്റെ ആ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം വണ്ടി ഒന്ന് ചെറിയൊരു എടുത്തലച്ച് തന്നെ പോകുന്നത്. അതായത് അത്രയും ട്രാൻസ്മിഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു RPM ഷിഫ്റ്റ് ആയി വരുന്ന സമയത്ത് തന്നെ വാഹനം ഒന്ന് അനങ്ങിയിട്ടാണ് വാഹനം പോകുന്നതെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഓൾട്രോസിൻ്റെ റേസർ നമുക്ക് 3 വേരിയൻസിലാണ് നമുക്ക് ലഭിക്കുന്നത്. R1, R2, R3 അങ്ങനെ 3 വേരിയൻസ് ആണ്. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം പുറത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചകൾക്ക് മുമ്പ് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു വാക്ക് അറൗണ്ട് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ഇതിൻ്റെ ലുക്ക് കണ്ടാൽ അറിയാം.
എന്നാലും നമ്മൾ ഈ ഒരു വാഹനത്തെ എങ്ങനെ റോഡിൽ തിരിച്ചറിയും നമുക്ക് നോക്കാം. അതായത് ഓൾട്രോസ് ശരിക്കും 2020 ലോഞ്ച് ആകുന്നത്. അപ്പം 5 സ്റ്റാർ സേഫ്റ്റിയോടുകൂടി വന്ന ഗ്ലോബൽ എൻക്യാപ്പിൽ റേറ്റിംഗിനോട് വന്നൊരു വണ്ടിയാണ്. അത് പ്രത്യേകിച്ച് അഡൽറ്റിനും ചൈൽഡിനും 5 സ്റ്റാർ സേഫ്റ്റിയാണ് ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിന്റെ ലുക്കുകളും ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം ഈ ഒരു ടാറ്റ ഇതിനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ വാഹനത്തിന്റെ സേഫ്റ്റി ആണെങ്കിലും ഡ്രൈവബിലിറ്റി ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും എല്ലാം ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ലുക്ക് കൊണ്ടൊക്കെ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു വളരെ മനോഹരമായിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള വരുന്ന ഒരു വാഹനമായിരുന്നു ഓൾട്രോസ് എന്ന് പറയുന്നത്. അപ്പം ഓൾട്രോസിന്റെ റേസറിലേക്ക് വന്ന സമയത്ത് ശരിക്കും ഇതിന് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഫോർമുല 1 റേസർ ആയിട്ടുള്ള നരേൻ കാർത്തികേയനാണ്. അപ്പം അദ്ദേഹമാണ് ഈ ടാറ്റ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും റേസിംഗ് എക്സ്പീരിയൻസിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വാഹനത്തിന് ഇന്ന കാര്യങ്ങൾ വേണമെന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. അപ്പം അങ്ങനെയാണ് ഈ വാഹനത്തിനകത്ത് കുറെ ഇൻപുട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നരേൻ കാർത്തികേയനെ കൊണ്ട് തന്നെയാണ് ഈ വാഹനം ഓടിക്കുക, അതിന് ഫീഡ്ബാക്ക് ചോദിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വാഹനം നമ്മൾ പുറമേ ഉള്ള അപ്പിയറൻസിൽ വരുമ്പോൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ബോണറ്റിന്റെ ഫ്രണ്ട് തൊട്ട് ഇതിന്റെ റൂഫിന്റെ മോള് വരെ ഒരു റേസിംഗ് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റേസിംഗ് സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് അണ്ണാൻ്റെ മുകളിലൊക്കെ ഉള്ള വര പോലെ ഉള്ള ഒരു റേസിംഗ് സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അണ്ണാൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു 3 വരയെന്ന് തോന്നുന്നു ചേട്ടാ. ഇതിൽ 2 വരകളാണ് വന്നിരിക്കുന്നത്. ഇത് എൻഡ് ചെയ്യുന്നത് ഇതിന്റെ റൂഫിന്റെ ഏറ്റവും ബാക്കിൽ നമുക്ക് അവിടെ ഒരു ഷാർഫിൻ ആന്റിനി ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചെക്കേർഡ് ഫ്ലാഗ് ആണ് വരുന്നത്. നമ്മൾ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സീബ്രയുടെ ഒക്കെ കളർ കോഡിലുള്ള എല്ലാ ചെസ് ബോർഡ് പോലെ ഇരിക്കുന്ന ഫ്ലാഗിന്റെ ഡിസൈനിലാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് കണ്ടാൽ തന്നെ വാഹനം ഈ പറയുന്ന റേസർ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് 3 കളറുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന അതേ കളറാണ്. അതായത് ഒരു ഓറഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓറഞ്ച്, അതുപോലെ തന്നെ ഇതിന്റെ ഹുഡ് ടോപ്പ് പോർഷൻ വരുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പം അതുകൂടാതെ ഒരു വൈറ്റ് കളറിലും ഉണ്ട്, അതുപോലെ ഗ്രേ കളർ. അങ്ങനെ 3 കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. പ്രധാനപ്പെട്ട ഒറ്റ ലുക്കിൽ തന്നെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ബോണ്ടിലുള്ള 2 വര കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് റേസർ ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വാഹനം നമ്മൾ പുറമേ തിരിച്ചറിയുന്നത്. പിന്നെ പുറമേ വലിയ വ്യത്യാസങ്ങളൊന്നും ലുക്കുകൾ കാണാനില്ല. പ്രത്യേകിച്ച് ഈ പെയിന്റിന്റെ അല്ലെങ്കിൽ അത് സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. അതായത് പെയിന്റിൽ അടിച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതില്ലാതെ ഇട്ട് ഈ വാഹനം കിട്ടുകയില്ല. അപ്പം പിന്നീട് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വരകൾ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പെയിന്റ് അടിച്ചോണം. അത് RC ബുക്കിൽ എൻഡോസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു സ്റ്റിക്കർ വർക്ക് ആയതുകൊണ്ട് എനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പുറമേ നിന്നുള്ള ലുക്ക് വരുന്നത്. അതുപോലെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ കുറച്ചും കൂടെ മറ്റേതിനേക്കാൾ ഓൾട്രോസ് നിലവിലുള്ള സ്പോയിലറിനേക്കാളും കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടാണ് ക്രമീകരിച്ചിരുന്നത് വേണം എടുത്ത് പറയാനായിട്ട്. അപ്പം അതാണ് ഫ്രണ്ടിലുള്ള കാഴ്ച. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 വേരിയൻസ് ഉണ്ടെന്ന് പറയാം, R1, R2, R3. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന R3 വേരിയന്റ് ആണ്, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടോപ്പ് എൻഡ് നോച്ചിൽ വരുന്ന വേരിയൻസ് ആണ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി 360 ഡിഗ്രി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ അതിന്റെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് 360 ഡിഗ്രി കാണാനായിട്ട് വരും. നിങ്ങൾ നോക്കിയാൽ മതി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 3D ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് എല്ലാ സൈഡ്സിലും. ഇത് കൂടുതലായിട്ട് പറയാനില്ല, 360 പ്രധാനമായിട്ടും ആ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു R3യിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ്സിനെ കുറിച്ചാണ്. സീറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്, നിങ്ങളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതുപോലെ തന്നെ വാഹനത്തിനകത്ത് അത് ഈ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ റേസിംഗ് എഡിഷൻ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റെസിൻ പ്ലസ് ലെതററ്റ് ആണ് വരുന്നത്. അതായത് അതുപോലെ തന്നെ ഈ വാഹനം ഒരു പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റാണ്. അതായത് നമുക്ക് ഈ ഫ്രണ്ടിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അതിനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ശരീരമൊക്കെ പെട്ടെന്ന് തണുത്തിട്ട്, അത് വേർത്തൊക്കെ കയറി വന്നതെന്ന് പറഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AC കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫുള്ളി ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന ഒരു AC ആണ്. വയർലെസ് ചാർജേഴ്സ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിയുടെ എലമെന്റ് ആയിട്ട് ഇവിടെ എല്ലാം ഒരു ഓറഞ്ച് ഒരു ആക്സെൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഈ എല്ലാത്തിനും ബ്ലാക്ക് തീം തന്നെ. അതായത് നമ്മൾ ഗ്രേ കളർ എടുത്താലും വൈറ്റ് എടുത്താലും ഓറഞ്ച് കളർ വാഹനം എടുത്തെന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഏകദേശം എല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന എയർ പ്യൂരിഫയർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം
അതും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് വാഹനത്തിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കുറച്ച് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വാഹനത്തിനകത്തെ അഴുക്ക് സ്മെല്ലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഓൾട്രോസ് റേസറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. പിന്നെ എടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു NVH ലെവൽ മോശമില്ലാത്തൊരു NVH ലെവലുണ്ട്. എന്നാലും ഇത് കുറച്ചൊരു സ്പോർട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ആ എക്സോസ്റ്റിൻ്റെ, അതായത് നമുക്ക് സ്പോർട്ടി എക്സോസ്റ്റ് ആണ് വരുന്നത്. ആ എക്സോസ്റ്റിൻ്റെ ഒരു ചെറിയ സൗണ്ട് നമുക്ക് കിട്ടിയാലേ നമുക്കൊരു റേസിംഗ് രീതിയിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളിപ്പം ന്യൂട്രലിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ തന്നെ വണ്ടി ഇങ്ങനെ മുരളിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസ് സ്ട്രക്ചറാണ്. സാധാരണ 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യേണ്ട വരുമ്പോൾ ഈ വാഹനം നമ്മൾ 7,500 നമ്മൾ സർവീസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി ഓൾട്രോസിന് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വാഹനമാണ്. പക്ഷേ ഇത് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത്, അതായത് നമുക്ക് ഓൾറെഡി മറ്റേ എനിക്ക് തോന്നുന്നു 109 PS ആണെന്ന് തോന്നുന്നു ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പിലുള്ള നോർമൽ ഓൾട്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴാണ് 120ലേക്കാണ് വരുന്നത്. അപ്പം പവറിന് നല്ല വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ 170 ടോർക്കിന് ഡെലിവറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പം നമുക്ക് വലിയൊരു എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അത്യാവശ്യം പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ഒരു മോഡേ ഉള്ളൂ. അതായത് നമുക്കിപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും ട്രാഫിക്കിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ പോലും ഈ ഒരു വാഹനത്തിനകത്ത് സിറ്റി മോഡ് എന്ന് പറഞ്ഞ മോഡ് ഇല്ല. സ്പോർട്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് 24 hours 24 മണിക്കൂറും സ്പോർട്ടി ആയിട്ട് ഈ വാഹനം ഓടിക്കാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കളക്ടേഴ്സ് എഡിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നോർമലി നമ്മൾ ഈ മൈലേജ് ഇങ്ങനെയൊക്കെ നോക്കുന്നവർക്കുള്ളൊരു വാഹനമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്യാരേജിൽ ഒരു സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാം അല്ലേ ചേട്ടാ? ടാറ്റയുടെ ഒരു പ്രത്യേകിച്ച് ഒരു വാഹനം സ്പെഷ്യലായിട്ട് വരുന്നൊരു വാഹനമാണ്. അപ്പം ഇതിൻ്റെ മൈലേജ് പൊതുവെ ഇപ്പോൾ ക്ലസ്റ്ററിൽ കാണിക്കുന്നത് 8.8 ആണ്. അതിപ്പം ടെസ്റ്റ് ഡ്രൈവിന് നടക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ലോങ് റൂട്ടൊക്കെ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 12 ഉണ്ട്. നമ്മളിപ്പം കാല് കൊടുത്തൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു മൈലേജ് വരുന്നത്. അല്ല എൻലൈനും ഏകദേശം സിമിലർലി 8-9 എൻലൈനും കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അത്രയും പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും ബേണിംഗ് ഒക്കെ നടക്കും. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ടർബോ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഒരു ലെവലിലാണ് ടർബോ വർക്ക് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടർബോയും കാര്യങ്ങളൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വാഹനത്തിൻ്റെ ഒരു മൈലേജ് ഫിഗർ നോർമൽ ഓൾട്രോസിനേക്കാളും കുറച്ച് കുറഞ്ഞിരിക്കും. ഓക്കെ, പക്ഷേ ഇത് ഓടിക്കാനായിട്ടൊരു പ്രത്യേക ഒരു പ്ലഷർ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് ഈ വാഹനം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വിലയെന്ന് പറഞ്ഞാൽ 9.5 ലക്ഷം മുതൽ 11.5 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം എന്ന് പറയുന്നത്. അപ്പോൾ അതും നോക്കുമ്പോൾ ആ വില നോക്കുമ്പോൾ എക്സ് ഷോറൂം ആ പ്രൈസ് വെച്ച് നോക്കുമ്പം അതും വലിയൊരു തരക്കേടില്ലാത്ത ഒരു പ്രൈസാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി ഇത് 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് 6 എയർ ബാഗുകളാണ് കേട്ടോ ഈ വാഹനത്തിൽ വരുന്നത്. 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ എഞ്ചിൻ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിട്ടും എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകൾ തന്നെ മതിയായിരിക്കും. സാധാരണ നോർമലി പെർഫോമൻസിൻ്റെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ പൊതുവെ കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു R&D നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും അവർ പക്ഷേ അതിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്കുകൾ കൊടുക്കാതിരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളൊക്കെ വരുന്നുണ്ട് വാഹനത്തിനകത്ത്. അതുകൊണ്ട് വാഹനത്തിനകത്ത് സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാകത്തില്ല. കാരണം വളവ് വെട്ടി വീശെന്ന് പറഞ്ഞാലും വാഹനം സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കുന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ വാഹനത്തിൻ്റെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 ഇഞ്ച് വരുന്ന ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് ആണ്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു പാറ്റേണിലാണ് അലോയ് വീൽസ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ ISO ചൈൽഡ് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ബോഡിയുടെ കാര്യത്തിലൊന്നും പറയണ്ടല്ലോ. ടാറ്റയുടെ ബോഡി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ്. നമുക്കറിയാം ഓൾട്രോസ് ഒക്കെ പല ആക്സിഡൻറ്റ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ബോഡി അല്ലെങ്കിൽ ഷെൽ ഇൻടാക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. റേസർ നിങ്ങൾ ആരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കണം കേട്ടോ. നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് പങ്കുവെക്കാം. ഇനിയിപ്പം നാളെ, അതായത് ഇന്ന് ഓഗസ്റ്റ് 6 നാളെ ഓഗസ്റ്റ് 7 ടാറ്റയുടെ ഏറ്റവും പുതിയ കൂപ്പ് SUV ആയിട്ട് വരുന്ന കർവിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു എഡിഷൻ മാത്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കർവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിയുമ്പോൾ, അതായത് നാളെ 7 കഴിയുമ്പോൾ ഏകദേശം 5-6 ദിവസം കഴിയുമ്പോൾ ട്രിവാൻഡ്രത്ത് ഇവിടെ വണ്ടി വരുന്നതാണ്. അത്യാവശ്യം വലിയൊരു ലോഞ്ചായിട്ട് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കോവ് വരുമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു വാഹനമാണ്. അപ്പം അത് ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ വന്ന ഉടനെ ഞാൻ നമ്മുടെ ഒരു വീഡിയോ എന്താണെങ്കിലും വരുന്നതായിരിക്കും. ഓക്കെ, അന്നേരം എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് വണ്ടി കാണാമെന്നുള്ളത്. നമ്മൾ 1-2 പ്രാവശ്യം അതിൻ്റെ വണ്ടി വരാൻ പോകുന്നു ഒക്കെ പറഞ്ഞ വാഹനത്തിൻ്റെ വീഡിയോ ടീസേഴ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ വാഹനം വരുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അവരുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി ഇത് എക്സ്പീരിയൻസ് ചെയ്യാനെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. കാരണം ഇത് ഞാൻ പറയാം, നോർമലി നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പെർഫോമൻസ് എഡിഷൻ വാഹനം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പോസിറ്റീവ്സും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് മൈലേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന നമുക്കൊരു വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു കളക്ടേഴ്സ് എഡിഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൾട്രോസിൻ്റെ റേസർ എഡിഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വേണ്ടി എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം ടോപ്പ് മൈ ഷോ.